അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു നിമിഷം. നിങ്ങളിപ്പോൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ വേഗതയിൽ നിന്ന് അല്പനേരം മാറി നിൽക്കൂ. വെറുതെ ഒന്ന് കേൾക്കൂ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ബഹളമുണ്ട്. ചിന്തകളുടെ, ആകുലതകളുടെ, ഭയങ്ങളുടെ ബഹളം. എന്നാൽ ഒരു ഇരുണ്ട രാത്രിയിൽ ലോകമെല്ലാം ഉറങ്ങുമ്പോൾ ആ ബഹളങ്ങൾക്കിടയിലും നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ പെട്ടെന്ന് ഒരു ശാന്തത ഇറങ്ങിയിട്ടുണ്ടോ? ഒരു ഭയവുമില്ലാത്ത, കാരണങ്ങളില്ലാത്ത, വാക്കുകൾക്കതീതമായ ഒരു നിശബ്ദത. ആ നിമിഷം നിങ്ങളുടെ ഹൃദയം മന്ത്രിക്കും, നീ ഒറ്റയ്ക്കെന്ന. മഹാനായ ജലാലുദ്ദീൻ റൂമി പറയുന്നു, അത് യാദൃശ്ചികമല്ല. അത് അല്ലാഹു തൻ്റെ പവിത്രമായ നാമം കൊണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടിയ നിമിഷമാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് വെറും വചനങ്ങളെക്കുറിച്ചല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ഹശ്റിലെ അവസാന 3 വചനങ്ങൾ എങ്ങനെ മനുഷ്യഹൃദയത്തെ ഒരു ദിവ്യ കവചമാക്കി മാറ്റുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇത് കേവലം അറിവല്ല, ഇതൊരു പ്രഭാഷണവുമല്ല, മറിച്ച് ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. കാരണം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കാനെത്തിയതല്ല, ഈ വാക്കുകളാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. നാം ഓരോരുത്തരും ഓരോ യാത്രയിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നാം വെറും സാധാരണ മനുഷ്യരായി തോന്നാം. എന്നാൽ ഓരോ മനുഷ്യനും തൻ്റെ നെഞ്ചിനുള്ളിൽ അദൃശ്യവും എന്നാൽ ജീവസുത്തതുമായ ഒരു മഹാത്ഭുതം വഹിക്കുന്നുണ്ട്. അതാണ് ഹൃദയം. മഹാനായ റൂമി പറഞ്ഞു, ഹൃദയമെന്നത് അള്ളാഹുവിൻ്റെ വെളിപെടലുകൾ പതിക്കുന്ന ഒരു ദിവ്യ കണ്ണാടിയാണ്. ഒരു കണ്ണാടിയുടെ ധർമ്മം എന്താണ്? തനിക്ക് മുന്നിലുള്ളതിനെ മാറ്റം കൂടാതെ കാണിക്കുക എന്നത്. എന്നാൽ ആ കണ്ണാടിയിൽ പൊടിപടലങ്ങൾ അടിയുമ്പോൾ അതിനു മുന്നിൽ എന്തു വന്നാലും അത് വ്യക്തമാകില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ കണ്ണാടിയെ ബാധിക്കുന്നുണ്ട്. നാം അനുഭവിക്കുന്ന തീരാത്ത നിരാശകൾ, ഉള്ളിൽ പുകയുന്ന ദേഷ്യം, മറ്റുള്ളവരോടുള്ള അസൂയ, നാളെയെക്കുറിച്ചുള്ള പേടി, ഇവയെല്ലാം ആ ഹൃദയ കണ്ണാടിയിൽ അടിയുന്ന കറുത്ത പൊടിപടലങ്ങളാണ്. റൂമി ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു രാജാവിൻ്റെ സദസ്സിൽ 2 വിഭാഗം ചിത്രകാരന്മാർ തമ്മിൽ മത്സരം നടന്നു. ഒരു വശത്ത് ചൈനക്കാരായ ചിത്രകാരന്മാർ, മറുവശത്ത് ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ചൈനക്കാർ തങ്ങളുടെ ചുമരിൽ അതിമനോഹരമായ ചായങ്ങൾ ഉപയോഗിച്ച് അത്യപൂർവമായ ചിത്രങ്ങൾ വരച്ചു ചേർത്തു. എന്നാൽ ഗ്രീക്കുകാർ ഒരു വര പോലും വരച്ചില്ല. പകരം അവർ തങ്ങളുടെ ചുവർ രാഗി മിനുക്കി ഒരു കണ്ണാടി പോലെയാക്കി മാറ്റി. മത്സരം അവസാനിച്ചപ്പോൾ ഇടയിലെ മറ നീക്കി. ചൈനക്കാർ വരച്ച ചിത്രങ്ങൾ ഗ്രീക്കുകാരുടെ തിളങ്ങുന്ന ചുവരിൽ പ്രതിഫലിച്ചു. പക്ഷേ ആ പ്രതിഫലനത്തിന് യഥാർത്ഥ ചിത്രത്തേക്കാൾ പ്രകാശവും ജീവനുമുണ്ടായിരുന്നു. റൂമി ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത് ഇതാണ്: നിങ്ങളുടെ ഹൃദയം പുതിയ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഇടമല്ല, മറിച്ച് ഉള്ളിലുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി രാഗി മിനുക്കി വൃത്തിയാക്കേണ്ട ഇടമാണ്. സൂറത്ത് അൽ ഹശ്റിലെ അവസാന വചനങ്ങൾ ആ കണ്ണാടി തുടച്ചുമാറ്റുന്ന സ്വർണ്ണ കൈകളാണ്. നിങ്ങൾ ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കേവലം ഒരു വായനയല്ല, മറിച്ച് അതൊരു ആത്മീയ ശുദ്ധീകരണമാണ്. ഹുവല്ലാഹുല്ലദി എന്ന് തുടങ്ങുന്ന ഓരോ വരിയും നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളു വൃത്തിയാക്കുന്ന ശ്വാസമായി മാറുന്നു. ഈ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനെ ഓരോന്നായി പിഴുതെറിയുന്നു. നിങ്ങൾ അൽ മലിക് എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഭൗതികമായ ആഗ്രഹങ്ങളുടെ ഭാരം കുറയുന്നു. അൽ ഖുദ്ദൂസ് എന്നുച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വിശുദ്ധമാകുന്നു. അസ്സലാം എന്ന് മന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ അശാന്തികൾ പടിയിറങ്ങുന്നു. പ്രകാശം മാത്രം അവശേഷിക്കുന്നതുവരെ ഇരുട്ടിൻ്റെ കറകൾ നീക്കം ചെയ്യപ്പെടുന്നു. പിന്നീട് സംഭവിക്കുന്നത് അതിശയകരമായ ഒരു പരിവർത്തനമാണ്. അതുവരെ നിങ്ങൾ ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടിരുന്നത് നിങ്ങളുടെ തന്നെ വിഷമങ്ങളും പരാതികളുമായിരിക്കാം. എന്നാൽ ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിങ്ങളിനി നിങ്ങളെ കാണുന്നില്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പ്രകാശം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. റൂമി പറഞ്ഞതുപോലെ, നീ നിന്നെ ഒന്ന് കഴുകി നോക്കൂ, അപ്പോൾ കാണാം നിന്റെ ഉള്ളിലെ ആകാശം എത്ര തെളിഞ്ഞതാണെന്ന്. ഈ തെളിച്ചമാണ് സൂറത്ത് അൽ ഹശ്റിലെ വചനങ്ങൾ നമുക്ക് നൽകുന്നത്. അത് നിങ്ങളെ നിങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവൻ്റെ അപാരമായ സാന്നിധ്യത്തിലേക്ക് ആനയിക്കുന്നു. റൂമി തൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, നിങ്ങൾ ഈ വചനങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ അക്ഷരങ്ങളെയല്ല വിളിക്കുന്നത്, നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ പ്രകാശത്തെയാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദഹ ഹുവർ റഹ്മാനുർ റഹീം. അവൻ അല്ലാഹുവാണ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നവനാണവൻ. അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ്. ഇവിടെ ഹു എന്ന വാക്ക് ശ്രദ്ധിക്കൂ. റൂമിയുടെ ദർശനത്തിൽ ഹു എന്നതൊരു വിളിയല്ല, അതൊരു ശ്വാസമാണ്. നിങ്ങൾ ശ്വസിക്കുമ്പോൾ പോലും അവനെയാണ് സ്മരിക്കുന്നത്. അവൻ ആലിമുൽ ഗൈബാണ്. നിങ്ങളുടെ ഉള്ളിൽ ആർക്കും അറിയാത്ത,
നിങ്ങൾ പോലും തിരിച്ചറിയാത്ത നോവുകളെ അറിയുന്നവൻ. അവൻ റഹ്മാനും റഹീമുമാണ്. റൂമി പറഞ്ഞു, അവൻ്റെ കാരുണ്യം ഒരു സമുദ്രമാണ്. നീ അതിൽ മുങ്ങാൻ തയ്യാറാണെങ്കിൽ നിന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ ആ ഒരു തുള്ളി മതിയാകും. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവൻ അല്ലാഹുവാണ്. അവനല്ലാതെ ആരാധനക്കർഹനില്ല. അവൻ മഹാരാജാവാകുന്നു, പരമപരിശുദ്ധനാകുന്നു, സമാധാനം നൽകുന്നവനാകുന്നു, അഭയം നൽകുന്നവനാകുന്നു, കാവൽ നൽകുന്നവനാകുന്നു, പ്രതാപിയാകുന്നു, സർവാധിപതിയാകുന്നു, അത്യുന്നതനാകുന്നു. അവർ പങ്കുചേർക്കുന്നതിനേക്കാളെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധൻ. ഈ വരികളിൽ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ അണിനിരക്കുകയാണ്. അൽ മലിക്, അവൻ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. അസ്സലാം, സമാധാനം നൽകുന്നവൻ. നിങ്ങൾ ജീവിതത്തിൽ അശാന്തി അനുഭവിക്കുമ്പോൾ യാ സലാം എന്ന് വിളിച്ചു നോക്കൂ. റൂമി പറഞ്ഞു, സമാധാനം പുറത്തുനിന്നല്ല വരേണ്ടത്, അത് ഉള്ളിൽ നിന്ന് ഉറവയെടുക്കേണ്ടതാണ്. സൂറത്ത് അൽ ഹഷറിലെ ഈ നാമങ്ങൾ ആ ഉറവ തുറക്കുന്ന താക്കോലുകളാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ വചനത്തിലെ 3 നാമങ്ങൾ അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ സൃഷ്ടിപ്പിൻ്റെ 3 ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. റൂമി ഇതിനെ വിവരിക്കുന്നത് നോക്കൂ. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കും മുൻപേ അത് അയാളുടെ ഉള്ളിൽ ജനിക്കുന്നു. അതാണ് ഖാലിഖ്. അവൻ അതിന് ജീവൻ നൽകുന്നു. അതാണ് ബാരി. അവൻ അതിനെ അതീവ സുന്ദരമായി രൂപപ്പെടുത്തുന്നു. അതാണ് മുസവ്വിർ. അൽ ഖാലിഖ്, ദ ക്രിയേറ്റർ, ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ വിഭാവനം ചെയ്തവൻ. നാം ചിന്തിക്കുന്നതിന് മുൻപേ അവൻ നമ്മെ അറിഞ്ഞവൻ. റൂമി പറഞ്ഞു, നീ ഈ ലോകത്തേക്ക് വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപേ അവൻ്റെ സ്നേഹത്തിൻ്റെ തോട്ടത്തിൽ നീ ഒരു വിത്തായി ഉണ്ടായിരുന്നു. നമ്മുടെ ശാരീരിക രൂപം മാത്രമല്ല, നമ്മുടെ ഓരോ വികാരവും സ്വപ്നവും അവനാണ് സൃഷ്ടിച്ചത്. അൽ ബാരെ, ദ എവോൾവർ, അവൻ വെറുതെ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. അവൻ ഓരോന്നിനും കൃത്യമായ അസ്തിത്വം നൽകി. കോടാനുകോടി മനുഷ്യർക്കിടയിൽ നിങ്ങളെ വ്യത്യസ്തനാക്കിയത് അവനാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിനും അവൻ പദവി നൽകി. റൂമിയുടെ ഭാഷയിൽ ഒരു ഉറുമ്പിൻ്റെ കാലൊച്ച പോലും കേൾക്കാത്ത ഒരു സൃഷ്ടാവല്ല അവൻ. ആ ഉറുമ്പിൻ്റെ ഉള്ളിലെ ദാഹത്തെ പോലും അവൻ തൃപ്തിപ്പെടുത്തുന്നു. അൽ മുസവ്വിർ, ദ ഫാഷനർ ഓർ ദ ആർട്ടിസ്റ്റ്, ഇതാണ് ഏറ്റവും മനോഹരമായ ഭാഗം. അവനൊരു മഹാനായ കലാകാരനെ പോലെ നമ്മെ രൂപപ്പെടുത്തി. നമ്മുടെ കണ്ണ്, നമ്മുടെ ചിരി, നമ്മുടെ വിരലടയാളം, ഇതിലൊക്കെ അവൻ്റെ ഒപ്പ് അഥവാ സിഗ്നേച്ചർ ഉണ്ട്. റൂമി പറഞ്ഞു, നിന്റെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നീ നിന്റെ രൂപത്തെയല്ല കാണേണ്ടത്, മറിച്ച് അൽ മുസവ്വിർ നിന്റെ ഉള്ളിൽ വരച്ചു ചേർത്ത ദിവ്യ സൗന്ദര്യത്തെയാണ് കാണേണ്ടത്. മനോഹരമായ നാമങ്ങൾ, അൽ അസ്മാ ഉൽ ഹുസ്ന, അവനുള്ളതാകുന്നു ഏറ്റവും മനോഹരമായ നാമങ്ങൾ. 99 നാമങ്ങൾ വെറും പേരുകളല്ല, അവ പ്രപഞ്ചത്തിൻ്റെ താക്കോലുകളാണ്. ഓരോ നാമവും നിങ്ങളുടെ ഉള്ളിലെ ഓരോ പൂട്ടുകളെ തുറക്കുന്നു. പേടി തോന്നുമ്പോൾ അവൻ അൽ മുഅ്മിൻ, അഭയം നൽകുന്നവനാകുന്നു. തോറ്റുപോകുമ്പോൾ അവൻ അൽ അസീസ്, പ്രതാപിയാകുന്നു. ഈ നാമങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവന് ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം അവനെ പ്രകീർത്തിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാറ്റിൽ മരങ്ങൾ ഉലയുന്നത് വെറുതെയല്ല, അത് അവൻ്റെ പ്രകീർത്തനമാണ്. പുഴ ഒഴുകുന്നതും പക്ഷികൾ പാടുന്നതും പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനവും ഒരു വലിയ സ്തുതിഗീതമാണ്. മഹാനായ റൂമി ഇതിനെക്കുറിച്ചൊരു മനോഹരമായ കഥ പറയുന്നു. ഒരിക്കൽ ഒരു കല്ല് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കേട്ട ഒരാൾ അത്ഭുതപ്പെട്ടു. റൂമി പറഞ്ഞു, നീ വിചാരിക്കുന്നത് ആ കല്ല് നിശബ്ദമാണെന്നാണ്. എന്നാൽ നിന്റെ ഉള്ളിലെ ബഹളങ്ങൾ കാരണമാണ് നിനക്ക് ആ പ്രപഞ്ചഗീതം കേൾക്കാൻ കഴിയാത്തത്. സൂറത്ത് അൽ ഹഷറിലെ ഈ വചനം നിങ്ങളുടെ ഉള്ളിലെ ബഹളങ്ങളെ ശാന്തമാക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സകലതും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത് കേൾക്കാൻ തുടങ്ങും. അൽ അസീസ്, അൽ ഹക്കീം, ദ മൈറ്റി, ദ വൈസ്. അവൻ പ്രതാപിയാണ്, പക്ഷേ അവൻ യുക്തിമാനുമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ, ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നാം വിഷമിക്കും. എന്നാൽ അവൻ അൽ ഹക്കീമാണെന്ന് ഓർക്കുക. റൂമി പറഞ്ഞതുപോലെ, ഒരു വാതിൽ അവൻ അടയ്ക്കുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുകയല്ല, മറിച്ച് നിനക്ക് കൂടുതൽ അനുയോജ്യമായ മറ്റൊരു കൊട്ടാരം അവൻ പണിതുവെക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ജീവിതം നിങ്ങളെ ശ്വാസം മുട്ടിച്ചേക്കാം. പ്രശ്നങ്ങളുടെ തിരമാലകൾക്കിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വെറുതെ നിന്നുപോകുന്ന നിമിഷങ്ങൾ. ചുറ്റും ബഹളങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ ശൂന്യത മാത്രം. വാക്കുകൾ മുറിഞ്ഞു പോകുന്ന, ശബ്ദമില്ലാത്ത ആ നിശബ്ദതയിൽ നിങ്ങൾ തനിച്ചാണെന്ന് കരുതിയിട്ടുണ്ടോ?
എന്നാൽ ആ നിശബ്ദതയിലും ഒരു മഹാസംരക്ഷണം നിങ്ങളെ പൊതിയുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. മഹാനായ റൂമി തന്റെ ശിഷ്യരോട് രഹസ്യമായി മന്ത്രിക്കുമായിരുന്നു. സൂറത്ത് അൽ ഹഷറിലെ അവസാന വചനങ്ങൾ വെറും അക്ഷരങ്ങളല്ല, അവ പ്രകാശത്തിന്റെ കാവൽക്കാരാണ്. ഇവ പാരായണം ചെയ്യുന്നവൻ മലക്കുകളുടെ ഒരു ദിവ്യ വലയത്തിനുള്ളിലാണ് ശ്വസിക്കുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾ തിരക്കേറിയ റോഡിലൂടെ നടക്കുമ്പോൾ, ഓഫീസിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരുമില്ലാത്ത മുറിയിൽ സങ്കടത്തോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിശബ്ദമായി രൂപപ്പെടുന്ന ഒരു അദൃശ്യ പ്രഭാവലയം. കണ്ണുകൾക്കത് കാണാൻ കഴിയില്ല, കൈകൾക്കത് തൊടാൻ കഴിയില്ല, പക്ഷേ ആത്മാവിനത് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തന്നെ അവന്റെ പവിത്രമായ നാമങ്ങളുടെ കമ്പനികളിലൂടെ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്ന ആ അവസ്ഥ. റൂമി ഇതിനെ ഒരു ആത്മീയ കവചം എന്നാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഈ വചനങ്ങൾ പാരായണം ചെയ്യുന്നവർ അത്രയും ശുദ്ധമായ ഒരു പ്രകാശത്താൽ പൊതിയപ്പെടുന്നു. പിന്നീട് ഒരു ഇരുട്ടിനും അവരെ സ്പർശിക്കാനാവില്ല, ഒരു ദുർമന്ത്രണത്തിനും അവരുടെ ഉള്ളിലേക്ക് കടക്കാനാവില്ല. അതായത് പുറമേ നിന്നുള്ള ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല, ഉള്ളിൽ നിന്ന് നിങ്ങളെ തളർത്തുന്ന നിരാശയുടെയും ഭയത്തിൻ്റെയും പിശാചുക്കളിൽ നിന്നുപോലും ഈ വചനങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. ഈ സംരക്ഷണത്തിൻ്റെ കരുത്തെന്താണെന്നോ, അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അതൊരു സുഗന്ധം പോലെ പടരും. നിങ്ങൾ ഈ വചനങ്ങൾ ഓതുന്ന നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് ആ കാവൽ വ്യാപിക്കുന്നു. അല്ലാഹുവിൻ്റെ നാമങ്ങൾ പ്രതിധ്വനിക്കുന്ന ചുവരുകൾക്കുള്ളിൽ പേടിക്കോ ആശങ്കയ്ക്കോ വാസമുറപ്പിക്കാൻ കഴിയില്ല. റൂമി ഒരിക്കൽ പറഞ്ഞു, നീ ഒരു സിംഹത്തിന്റെ തണലിലാണിരിക്കുന്നതെങ്കിൽ നിനക്ക് കുറുക്കന്മാരെ പേടിക്കേണ്ടതില്ല. അല്ലാഹു എന്ന പ്രതാപശാലിയായ രാജാവിൻ്റെ നാമങ്ങളുടെ തണലിലിരിക്കുന്നവന് ഈ ലോകത്തെ ഏതൊരു ശക്തിയെയാണ് ഭയപ്പെടേണ്ടതുള്ളത്? അവൻ അൽ മുഅ്മിനാണ്, അവൻ അൽ മുഹൈമിനാണ്. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഒരു വലിയ സങ്കടം വരാനിരുന്നിട്ടും നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊന്നും യാദൃശ്ചികമല്ല, അത് ഈ വചനങ്ങളിലൂടെ അല്ലാഹു നിശ്ചയിച്ച ആ സംരക്ഷണ വലയത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ യാ അല്ലാഹു എന്ന് വിളിക്കുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ 70,000 മലക്കുകൾ സജ്ജരാകുന്നു എന്ന ഹദീസ് പണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കുന്നത് റൂമിയുടെ ഈ ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഓർക്കുക, ഈ കവചം ധരിക്കാൻ നിങ്ങളൊരു യുദ്ധത്തിന് പോകേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഈ 3 വചനങ്ങൾ ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ ആ പ്രകാശത്തിന്റെ മതിൽ നിങ്ങൾക്ക് ചുറ്റുമുയരും. ആ മതിലിനപ്പുറത്ത് ഇരുട്ടെത്ര കനത്തതായാലും ഉള്ളിൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കും. കാരണം അല്ലാഹുവിൻ്റെ പ്രകാശത്തെ ഭേദിക്കാൻ ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല. റൂമി പറഞ്ഞു, സൂറത്ത് അൽ ഹഷറിലെ പ്രകാശം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇതിനെ അദ്ദേഹം നൂറു സിറായ എന്ന് വിളിച്ചു. അതായത് അല്ലാഹുവിൻ്റെ പ്രകാശം ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടരുന്ന രീതി. നിങ്ങൾ ഈ വചനങ്ങൾ പതിവാക്കിയാൽ നിങ്ങളിൽ ഒരു മാറ്റം മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങും. ദേഷ്യം വരുമ്പോൾ ഉള്ളിലൊരു നിശബ്ദ സ്വരം പറയും, പരമകാരുണികൻ ക്ഷമയുള്ളവനാണ്, നീയും ക്ഷമിക്കുക. അതൊരടയാളമാണ്, പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അശാന്തിയിൽ വഴിതെറ്റിയ ഒരാൾ നിങ്ങളുടെ അരികിലുണ്ടെന്ന കാരണം കൊണ്ട് മാത്രം വഴി കണ്ടെത്തിയേക്കാം. കാരണം ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രകാശം നിങ്ങളിലൂടെ പ്രതിഫലിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ചുറ്റുമൊന്നും പഴയതുപോലെ നിലനിൽക്കില്ല. നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ഏറ്റവും മനോഹരവുമായ ഇടത്താണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് മഹാനായ റൂമി തൻ്റെ ശിഷ്യന്മാരുടെ കാതുകളിൽ ആ വലിയ രഹസ്യം മന്ത്രിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ഇന്ന് ഇത്ര സിക്ർ ചൊല്ലി, അല്ലെങ്കിൽ ഞാൻ അല്ലാഹുവിനെ ഓർത്തു എന്നൊക്കെയാണല്ലോ. എന്നാൽ റൂമി ഈ ധാരണയെ പാടെ തിരുത്തി കളയുന്നു. റൂമി പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നീ അവനെ സ്മരിക്കുകയല്ല, മറിച്ച് അവൻ നിന്നെ സ്മരിക്കാൻ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് നിന്റെ നാവിൽ അവൻ്റെ നാമമുയർന്നത്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അതിനിടയിൽ നിന്ന് ഈ നിമിഷം നിന്റെ ഹൃദയത്തിൽ അവനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ വന്നുവെങ്കിൽ, നിന്റെ നാവ് യാ അല്ലാഹ് എന്ന് വിളിക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, അത് നിന്റെ കഴിവല്ല, അത് അല്ലാഹു നിങ്ങളെ അവൻ്റെ സന്നിധിയിലേക്ക് വലിച്ചടുപ്പിക്കുന്നതാണ്. സിക്ർ നിങ്ങളെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന ഒരു പടവല്ല, മറിച്ച് അല്ലാഹു നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വാതിലാണ്. റൂമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, നീ അവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. സൂറത്തുൽ ഹഷ്റിലെ വചനങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആ മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഓരോ അക്ഷരവും ഓരോ നാമവും നിത്യതയിൽ നിന്നുള്ള പ്രതിധ്വനിയായി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾ ഹുവല്ലാഹു എന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ വെറും വാക്കുകൾ ഉച്ചരിക്കുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ നിലനിൽക്കുന്ന ആ ദിവ്യനാദത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുകയാണ്. റൂമി ഹൃദയത്തെ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ആത്മീയ പാലം ആയിട്ടാണ് വിശേഷിപ്പിച്ചത്.
നമ്മുടെ ശരീരം മണ്ണിലാണ്, അത് ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിലും പ്രശ്നങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മാവ് ആകാശത്തിൻ്റേതാണ്. സൂറത്തുൽ ഹഷ്റിലെ ഈ വചനങ്ങൾ ഓരോ തവണയും ആത്മാർത്ഥമായി ഉരുവിടുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഈ ലോകത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അല്പം കൂടി സ്വർഗത്തിലേക്ക് ഉയരുന്നു. അദൃശ്യമായൊരു നൂൽ നിങ്ങളെ മുകളിലേക്ക് വലിക്കുന്നതുപോലെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ബഹളങ്ങൾക്കുമപ്പുറം നിശബ്ദതയുടെ ആ മഹാസമുദ്രത്തിലേക്ക് നിങ്ങളുടെ ആത്മാവ് പതിയെ ഒഴുകിയിറങ്ങുന്നു. ഒരിക്കൽ ഒരു ശിഷ്യൻ റൂമിയോട് ചോദിച്ചു, ഗുരോ, ഞാൻ അല്ലാഹുവിനെ വിളിക്കുന്നു, പക്ഷേ എനിക്ക് മറുപടി ലഭിക്കുന്നില്ലല്ലോ. റൂമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അല്ലാഹുവെന്ന് വിളിക്കുന്നത് തന്നെ അവൻ്റെ മറുപടിയാണ്. ആ വിളി നിന്റെ ഉള്ളിൽ ജനിപ്പിച്ചത് അവനാണ്. ആ വിളിക്കു പിന്നിൽ ലബ്ബൈക്ക്, ഞാനിതാ ഇവിടെയുണ്ട് എന്ന അവൻ്റെ സ്വരം ഒളിഞ്ഞുകിടക്കുന്നു. ഈ വചനങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ വല്ലാത്ത ശാന്തതയുടെ രഹസ്യവും ഇതുതന്നെയാണ്. അത് നിങ്ങളുടെ സ്വന്തം വാക്കുകൾ നൽകുന്ന ആശ്വാസമല്ല, മറിച്ച് അല്ലാഹു നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കും. ഫദ്കുറൂനി അദ്കുർക്കും. നിങ്ങൾ ഈ ലോകത്തിൻ്റെ കോണിൽ ഇരുന്നു കൊണ്ട് അവനെ ഓർക്കുമ്പോൾ അർഷിൻ്റെ ഉടമസ്ഥനായ അവൻ അവൻ്റെ മലക്കുകളുടെ സദസ്സിൽ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നു. ആ സ്മരണയുടെ തരംഗങ്ങളാണ് ഒരു കുളിരായി, ഒരു സമാധാനമായി നിങ്ങളുടെ നെഞ്ചിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് സുഹൃത്തെ, ഇനി ഈ വചനങ്ങൾ ചൊല്ലുമ്പോൾ അതൊരു കടമയായി കാണരുത്, അതൊരു കൂടിക്കാഴ്ചയാണ്. രാജാധിരാജനായ തമ്പുരാൻ നിങ്ങളെ അവൻ്റെ സ്വകാര്യ സംഭാഷണത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിക്കുക, ആ വാക്കുകളിൽ ലയിക്കുക. കാരണം ആ നിമിഷം നിങ്ങളും അവനും തമ്മിൽ ഒരു തിരശീല പോലുമില്ലാത്ത ബന്ധത്തിലാണ്. ലോകം മുഴുവൻ നിങ്ങളെ മറന്നാലും നിങ്ങളെ ഒരിക്കലും മറക്കാത്തവൻ നിങ്ങളെ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ആത്മീയ യാത്രയുടെ അന്തിമ രഹസ്യത്തിന് മുന്നിലാണ്. ഈ യാത്രയിലുടനീളം നാം വചനങ്ങളെക്കുറിച്ച് സംസാരിച്ചു, സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ വചനങ്ങൾ കേവലം നിങ്ങളുടെ നാവിലല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതമായി മാറുമ്പോഴാണത്. മഹാനായ റൂമി തൻ്റെ പക്വതയാർന്ന കാലത്ത് ഇപ്രകാരം പറഞ്ഞു, സ്മരണം അഥവാ സിക്ർ എന്നത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ്. എന്നാൽ പലരും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. ആ വാതിൽ പുറത്തേക്കല്ല തുറക്കുന്നത്, അത് അകത്തേക്കാണ് തുറക്കുന്നത്. നമ്മൾ അല്ലാഹുവിനെ കണ്ടെത്താൻ ആകാശങ്ങളിൽ നോക്കുന്നു, ദൂരദേശങ്ങളിൽ തീർത്ഥാടനം നടത്തുന്നു, പുസ്തകങ്ങളിൽ അവനെ തിരയുന്നു. എന്നാൽ സൂറത്തുൽ ഹഷ്റിലെ ഈ അവസാന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു വലിയ സത്യം തിരിച്ചറിയും. നിങ്ങൾ ആരെയാണ് അന്വേഷിച്ചത്, അവൻ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും, നിങ്ങളുടെ ഓരോ വേദനയിലും, നിങ്ങളുടെ ഓരോ പുഞ്ചിരിയിലും അവൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ആ സാന്നിധ്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രം. സൂറത്ത് അൽ ഹഷ്റിലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കുന്നത് വളരെ നിശബ്ദമായാണ്. ഇത് പതിവാക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടം വരും. അവിടെ വെച്ച് പ്രാർത്ഥന നിങ്ങൾ ചെയ്യുന്ന ഒന്നല്ലാതായി മാറും. പകരം പ്രാർത്ഥന നിങ്ങളിലൂടെ സംഭവിക്കാൻ തുടങ്ങും. റൂമി ഇതിനെ വിവരിക്കുന്നത് നോക്കൂ. നീ ഇനി പ്രകാശം വഹിക്കുന്നവനല്ല, നീ തന്നെ പ്രകാശമായി മാറുന്നു. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വാക്കുകളിൽ അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ അവൻ്റെ നീതിയുണ്ടാകും. നിങ്ങളുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് ഒരു സമാധാനമായി മാറും. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി കൈകൾ ഉയർത്തുന്നതിന് മുൻപേ നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിനോട് സംവദിച്ചു തുടങ്ങിയിരിക്കും. ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. പ്രതിസന്ധികൾ വരും, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടും, രോഗങ്ങൾ വേട്ടയാടും. എന്നാൽ ഈ വചനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവനെ തകർക്കാൻ ഒന്നിനും കഴിയില്ല. ഓരോ പരീക്ഷണത്തിലും, ഓരോ കണ്ണുനീർ തുള്ളിയിലും ഉള്ളിലെ ആ ദിവ്യനാദങ്ങൾ മന്ത്രിച്ചുകൊണ്ടിരിക്കും. ലാ തഹ്സൻ, ഇന്നല്ലാഹ മഅന. ഭയപ്പെടേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അല്ലാഹുവിൻ്റെ അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ എന്നീ നാമങ്ങൾ നിങ്ങളുടെ ഹൃദയമിടിപ്പായി മാറും. സ്രഷ്ടാവായ അല്ലാഹു നിങ്ങളെ എങ്ങനെയാണോ രൂപപ്പെടുത്തിയത്, ആ പൂർണ്ണതയിലേക്ക് നിങ്ങൾ മടങ്ങാൻ തുടങ്ങും. റൂമി ഒരിക്കൽ ഒരു ശിഷ്യനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ വാക്കുകൾ വെറുതെ കേൾക്കുന്നവനല്ല, അവ ശ്രദ്ധിക്കുന്നവനാണ് അവൻ്റെ ശബ്ദത്തോടടുക്കുന്നത്. ശ്രദ്ധിക്കുക എന്നാൽ ആ വചനങ്ങൾ നിങ്ങളുടെ രക്തത്തിലും മാംസത്തിലും ലയിക്കാൻ അനുവദിക്കുക എന്നതാണ്. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഈ വചനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുവോ അത്രത്തോളം ആ ദിവ്യപ്രകാശം നിങ്ങളിലേക്ക് അടുത്തുവരും. പിന്നീട് സംഭവിക്കുന്ന മാറ്റം അവിശ്വസനീയമാണ്. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ഇബാദത്തായി മാറും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ വിശ്രമിക്കുമ്പോൾ എല്ലാം അല്ലാഹുവിനുള്ള സമർപ്പണമാകും.
റൂമി ഇതിനെ അനശ്വരമായ പ്രണയം എന്നാണ് വിളിച്ചത്. അള്ളാഹുവിനോടുള്ള ആ പ്രണയം നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു തുടങ്ങിയാൽ ഈ ലോകത്തെ മറ്റൊരു പ്രകാശത്തിനും നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയില്ല. സൂറത്ത് അൽ ഹഷറിലെ ഓരോ വചനവും ആ പ്രണയത്തിനുള്ള ഇന്ധനമാണ്. അതുകൊണ്ട് സുഹൃത്തെ, ഈ വചനങ്ങളെ വെറും അക്ഷരങ്ങളായി കാണരുത്. ഇവ നിങ്ങളുടെ ആത്മാവിനുള്ള ജീവവായുമാണ്. ഇവയിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും അവൻ നിങ്ങളോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നുവെന്നും തിരിച്ചറിയുന്ന നിമിഷമാണ് നിങ്ങളുടെ യഥാർത്ഥ ജന്മം. റൂമി പാടിയതുപോലെ, ഇന്നലെ ഞാൻ മിടുക്കനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ലോകത്തെ മാറ്റണമായിരുന്നു. ഇന്നു ഞാൻ ജ്ഞാനിയാണ്, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മാറ്റുന്നു. സൂറത്ത് അൽ ഹഷറിൻ്റെ പ്രകാശം നിങ്ങളെ മാറ്റട്ടെ, നിങ്ങളുടെ ജീവിതത്തെ ഒരു ദിവ്യ സംഗീതമാക്കി മാറ്റട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തെ, നമുക്ക് അല്പനേരം കൂടി നിശബ്ദതയിലേക്ക് മടങ്ങാം. ഇപ്പോൾ നിങ്ങളിൽ എന്തു മാറ്റമാണ് അനുഭവപ്പെടുന്നത്? ഈ വചനങ്ങളെക്കുറിച്ചും റൂമിയുടെ രഹസ്യങ്ങളെക്കുറിച്ചും നാം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഭാരം ഇപ്പോഴും നിങ്ങളുടെ നെഞ്ചിലുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ കനത്ത നിശബ്ദത ഇപ്പോൾ മാറിയിരിക്കുന്നു. ശ്വാസം അല്പം കൂടി ആഴമുള്ളതായി തോന്നും. ഹൃദയമിടിപ്പ് അല്പം കൂടി താളമുള്ളതായി അനുഭവപ്പെടും. ഒരു ഭാരമൊഴിഞ്ഞതുപോലെ, ഒരു ശ്വാസം തെളിഞ്ഞതുപോലെ, ഹൃദയം അല്പം കൂടി ശാന്തമായതുപോലെ. അതുതന്നെയാണ് അടയാളം. മഹാനായ റൂമി പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർക്കുക. നീ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവൻ നേരത്തെ തന്നെ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. സൂറത്ത് അൽ ഹഷറിലെ അവസാന വചനങ്ങൾ നിങ്ങളുടെ നാവിലൂടെ കടന്നുപോയപ്പോൾ അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല. അത് നിങ്ങളുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കിയ ഒരു ദിവ്യ സ്നാനമായിരുന്നു. നിങ്ങളുടെ ഭയങ്ങളെ അത് നിശബ്ദമാക്കി. നിങ്ങളുടെ ആശങ്കകളെ അത് അലിയിച്ചു കളഞ്ഞു. നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ പ്രകാശം വഹിക്കുന്ന ഒരു വിശുദ്ധ പാത്രമാക്കി അത് മാറ്റിയിരിക്കുന്നു. ഓർക്കുക, ഈ വീഡിയോ അവസാനിക്കുമ്പോഴും ആ പ്രകാശം അവസാനിക്കുന്നില്ല. ഇനി നിങ്ങൾ നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ പോലും നിങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ലോകം കരുതിയേക്കാം, പക്ഷേ അർഷിൻ്റെ ഉടമസ്ഥനായ അവൻ നിങ്ങളെ തൻ്റെ സംരക്ഷണ വലയത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ നിശബ്ദത പോലും കേവലം ഒരു മൗനമല്ല, അതൊരു പ്രാർത്ഥനയാണ്. ഇതാണ് ആ മഹത്തായ രഹസ്യം. നിങ്ങൾ ഈ വചനങ്ങൾ പാരായണം ചെയ്യുകയല്ല, നിങ്ങൾ ഇവ ജീവിക്കുകയാണ്. അള്ളാഹു ഒരു ഹൃദയത്തെ അവൻ്റെ പ്രകാശം കൊണ്ട് നിറച്ചാൽ ആ ഹൃദയത്തിലേക്ക് മറ്റൊരിരുട്ടിനും ഇനി വഴിയില്ല. ഇരുട്ട് എന്നത് പ്രകാശത്തിൻ്റെ അഭാവം മാത്രമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളാകുന്ന സൂര്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിരാശയുടെ നിഴലുകൾക്ക് അവിടെ എന്തു സ്ഥാനമാണുള്ളത്? റൂമി തൻ്റെ ആത്മജ്ഞാനയാത്രയുടെ അവസാനം പറഞ്ഞതുപോലെ, വിട പറയലുകൾ കണ്ണുകൾ കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് വിട പറയലില്ല, കാരണം അവർ എന്നും ഒന്നായിരിക്കും. അതുപോലെ ഈ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാൾക്ക് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ കഴിയില്ല. അവൻ നിങ്ങളുടെ ശ്വാസത്തിലുണ്ട്, നിങ്ങളുടെ ശബ്ദത്തിലുണ്ട്, നിങ്ങളുടെ ഓരോ തുടിപ്പിലുമുണ്ട്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. സംശയങ്ങളില്ലാത്ത, ഭയമില്ലാത്ത, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ഈ വചനങ്ങളുടെ പ്രകാശത്തിൽ എന്നും ഉറപ്പിച്ചു നിർത്തട്ടെ. നമ്മുടെ ദുഃഖങ്ങളെ അവൻ്റെ കാരുണ്യം കൊണ്ട് തുടച്ചു നീക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂടെ നമ്മളെ അവൻ ഉൾപ്പെടുത്തട്ടെ. എപ്പോഴും ഈ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുക. ഈ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുക. ഓർക്കുക, നിങ്ങൾ പ്രകാശം വഹിക്കുന്നവരല്ല, നിങ്ങൾ തന്നെ പ്രകാശമായി മാറിക്കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.